എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോ തന്നെ പിടിയിട്ടുണ്ടാവും. എന്താ സംഭവം? ക്യാമ്പിങ്. എവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്? കാട്ടിൽ, ആരുമില്ലാത്ത നിബിഡ വനത്തിൽ. യെസ്. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ നമ്മുടെ ക്യാമ്പിങ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാട്ടിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വേനലൊക്കെ തുടങ്ങി ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞ് സെറ്റായി കിടക്കുകയാണ്. പക്ഷെ നമ്മൾ പോകാൻ പോകുന്ന നല്ല അടിപൊളി ഒരു കാടുണ്ട് ഇവിടെ. ആ കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോവാണ് കാട്ടിലേക്ക്. വണ്ടർഫുൾ ക്യാമ്പിങ്. അപ്പോൾ ദേ നമുക്ക് കുറേ കയറി പോകാനുണ്ട് കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം ആയിട്ട് ദേ ഇനി മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണുള്ളൂ നമ്മളെ. അടിപൊളി. അപ്പോഴേ നമ്മളതേ മുകളിലേക്ക് കയറി കാട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഉണക്കപ്പുല്ല് ഉണ്ടാവണമെന്നില്ല. ഇവിടെ നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഉണങ്ങി നിൽക്കണ പുല്ലുണ്ടേ. നമുക്ക് തീ കത്തിക്കാനൊക്കെ ആയിട്ട് ഇത് നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് പുല്ല് ഇപ്പോഴേ കളക്ട് ചെയ്ത് പോക്കറ്റിൽ വെച്ചേക്കാം. എടുത്ത് കാട് മൊത്തം കൂടാ കുറച്ച് മതി, ആവശ്യത്തിനുള്ളതായിട്ടുണ്ടേ. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ നനഞ്ഞ് കിടക്കിയിരിക്കുള്ളൂ. കാടിൻ്റെ ഉള്ളിലാവുമ്പോൾ എപ്പോഴും ഒരു നനവുണ്ടാവും. ഇതേപോലെ നല്ല ഉണക്കപ്പുല്ലൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കുമേ. നമുക്ക് പോകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ റിസോഴ്സസ് കിട്ടണമെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം പോകാനേ. അങ്ങനെ കയറി പോവാണ് നമ്മൾ മല. കണ്ട, മുമ്പ് വെള്ളമൊക്കെ ഒഴിക്കാറുന്ന സ്ഥലമാണ്. 2 ദിവസം മുമ്പുണ്ടായ മഴയിൽ അത്യാവശ്യം കുത്തി ഒലിച്ച് കല്ലും കട്ടയൊക്കെ വന്നിട്ടുണ്ടേ. അടിപൊളി. ഈ മല കയറി അപ്പുറത്ത് എത്തിയിട്ട് വേണം കേട്ടാ നമ്മുടെ സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ദേ വാ മക്കളെ, ഈ മല കയറി ഇറങ്ങുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ കിളിയൊക്കെ പകുതി പറക്കുവേ. പീക്കല റേഡിയോ ഒക്കെ ഉണ്ട്, പാട്ടൊക്കെ ഇടണമെങ്കിൽ മനുമോൻ പാട്ടിട്ട് തരും. കണ്ട പാറയൊക്കെ നോക്കി പണ്ട് തുടങ്ങിയ വെള്ളമൊക്കെ ഒഴുകി ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടിരിക്കുകയാണേ. ഇതേ നമ്മൾ വന്നപ്പോഴേ ഇതേ നോക്കിയാടാ ഉള്ളു പേരക്ക, നല്ല ഇഷ്ടം പോലെ പേരക്ക ഉണ്ടായിട്ട് പൊട്ടിച്ചോനെ. അടിപൊളി സാധനം ആയിരിക്കുള്ളൂ. ആയ് അടിപൊളിയാണോ? നോക്കട്ടെ. മൂത്ത് തുടങ്ങിയ സാധനം എന്തൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാട്ടുപന്നി ഉണ്ടാവും, കാട്ടാനി ഉണ്ടാവും, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോഴത് സിംഗം ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറും എന്തായാലും. ഈ കാണുന്ന കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കമോൺ. എൻ്റെ കൂടെ ഇപ്പം 4 കുരങ്ങന്മാരുണ്ട്. അതെനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ കയ്യിൽ നിറയെ സാധനങ്ങളാണ് കേട്ടോ. ഒരാളൊന്നും ഫ്രീ ഇല്ല, എല്ലാവരുടെയും കയ്യിലും ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ദേ മഴ പെയ്തു തുടങ്ങി. ഇന്ന് ക്യാമ്പിങ് പൊളിക്കും. ഫുള്ള് മഴയായിട്ട് ടർപ്പായ ഷീറ്റ് സെറ്റപ്പ്. നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിൽ ഇതേ വെള്ളത്തിൻ്റെ നീരൊഴുക്ക്, ഒരു പ്രത്യേക വൈബ് സ്ഥലത്താണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അടിപൊളി പാറക്കെട്ടുകളുടെ ചെറിയ ഗുഹയൊക്കെ. അജു, നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിൽ മുകളിലുണ്ടാ വേറെ ഗുഹയൊക്കെ മുകളിലുണ്ടേ. അപ്പോൾ നോക്കിയാണെന്നില്ലെങ്കിൽ കുട്ടേട്ടാ എന്ന് പറഞ്ഞ കുഴിയിലേക്ക് പോവാ. ഓ ഗുഹ ദേന അടിപൊളി. ദേ ഒരു ഗുഹ സെറ്റപ്പ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. സാധാരണ പോലെയല്ല കേട്ടാ. ഇന്ന് പോകുമ്പോഴേ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അതാണ് പ്രശ്നം. കുണ്ടിയൊക്കെ പോച്ചേ. മൊത്തത്തില് ഇലയുള്ള കാരണം തെന്നി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പകുതി ഉണ്ടാവൂല, കുട്ടിയുടെ പകുതി ഇവിടെ വരുന്നേ കല്ലുമ്പോ ഇരിക്കും. ഞാനിവിടെ കിടന്നു ഉറപ്പിച്ചു.
പക്ഷെ ഇവിടെ എന്താണ്ടൊക്കെ വന്ന് കിടക്കാറുണ്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട്. ആണോ? പാമ്പൊക്കെ നോക്കട്ടെ. കണ്ടതേടാ ശരിക്കും നമുക്ക് ഒരാൾക്ക് മഴയൊക്കെ വന്നാലും മഴ കൊള്ളാണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു പാറ എടുക്ക്. എന്തായാലും സ്ഥലമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും നോക്കാനായിട്ട്. അടിപൊളി. ഇത് കണ്ട കാട്ടുകൂണ് ഒരു മരത്തുമേ വളർന്നേക്കണം. നോക്കി ശരിക്കും നമ്മുടെ കോളാമ്പിയൊക്കെ പോലെ. ഓ പീസ് ഓഫ് ആർട്ട്. നമുക്ക് എന്ത് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പല സാധനങ്ങളും ഉണ്ടാവും. ഉള്ളിൽ നോക്കി ശരിക്കും നമ്മ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉഴഞ്ഞു കയറാല്ലേ. ചെറിയ നീർച്ചാലൊക്കെ വരുന്നുണ്ട്. മുകളിലേക്ക് കയറാം അങ്ങോട്ട്. ആ അതിലെങ്ങനെ പോയാ അടിപൊളി. ഇതേടാ ഇവിടെ സെറ്റാണ്ടാ ഗുഹയുടെ ഉള്ളില്. തേനീച്ചയാണോ അത്? ചെറുതേനാണോ? പ്രാണിയാ? ഈച്ചേ? കൊതുക? പ്രത്യേകതരം എന്തോ ഒരു പ്രത്യേകതരം ജീവിട്ടാ. മനുമോനെ എനിക്ക് തോന്നുന്നു നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കിട്ടിയെന്ന്. ഇതെങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയല്ലേ? മൊത്തത്തിലൊരു ഇടുക്ക്, പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? മൊത്തത്തില് ഒരു പ്രത്യേക ഒരു വൈബുള്ള സ്ഥലമല്ലേ ഇത്? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം അല്ലേ? അപ്പൊ ആണോ? എല്ലാവർക്കും ഇരിക്കാനുള്ള കസേരയുണ്ട്. അടിപൊളി. അപ്പോ നമ്മൾ ഏതായാലും നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പാറക്കെട്ടുകളുടെ ഇടയിൽ ഈ കാണുന്ന സ്ഥലവും നമുക്ക് ഒരുക്കി എടുക്കണം. അതേ ഇവിടെയൊക്കെ ഉണക്കമരമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിഴുതെടുക്കും. ആ കണ്ട സിമ്പിളായിട്ട് പിഴുതെടുക്കും. ഇത്ര പെട്ടെന്ന് പോരുത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ മരമൊക്കെ പിഴുത് മാറ്റി ഇവിടെ ഒന്ന് പ്ലെയിൻ ആക്കി എടുക്കാം. നമുക്ക് വേണ്ട വിറകൊക്കെ ഇവിടെ തന്നെ കിട്ടും തോന്നുന്നു. പിടിച്ചപ്പോഴേക്കും വിറകൊക്കെ പോകതേ നല്ല ഉണക്ക വിറക് കിട്ടാം. നമുക്ക് കത്തിക്കാനുള്ള വിറകും ഇതിന് കിട്ടുമേ. നമുക്കുള്ള വിറകൊക്കെ ഇപ്പം തന്നെ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. നമ്മൾ വന്ന് പെട്ട സ്ഥലം അടിപൊളിയാണ്. റിസോഴ്സസ് ഒക്കെ ഉണ്ട് ഇവിടെ. പച്ചയൊക്കെ മാറ്റാണ്ട്. അപ്പോൾ നമ്മളെ ഇത്ര ഏരിയ ക്ലിയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പകൽ കുഴപ്പമില്ലെങ്കിൽ രാത്രി നമ്മളിവിടെ ഷെൽട്ടറൊക്കെ അടിക്കുമ്പോൾ അത്യാവശ്യം ഇവിടെ എന്താ പറയുക ഇഴജന്തുക്കളൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. നമ്മുടെ സേഫ്റ്റിയോടെ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ക്ലിയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇതേ നമ്മൾ ഇവിടുന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ടെൻറ്റ് വയ്ക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടെൻറ്റ് സെറ്റ് ചെയ്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ ടെൻറ്റ് കൂടി സെറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 3 പേർക്ക് കിടക്കാം, അതിൻ്റെ ഉള്ളിൽ ഒരു 2 പേർക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് മഴവില്ലഴകിൽ ഇവിടെ ഒരു ഊഞ്ഞാൽ കെട്ടുന്നുണ്ട്. രാത്രി നമുക്ക് പാട്ടൊക്കെ പാടി തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ചെറിയ മരത്തുമേ കെട്ടുന്നത്. പക്ഷേ നല്ല ബലമുള്ള മരം കേട്ടത്. ഇതുമ്മേക്ക് നമ്മൾ കെട്ടി സെറ്റാക്കണം നമ്മുടെ ഊഞ്ഞാലെ. അങ്ങനെ നമ്മുടെ ഊഞ്ഞാൽ കെട്ടിയിട്ടാ നമ്മൾ ഇരുന്ന് നോക്കാൻ പോവാണേ. ബലമുണ്ടാന്ന് അറിഞ്ഞൂടാ. വാവ്, എവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലടാ. അടിപൊളി, കൊള്ളാടാ. അപ്പോൾ നമ്മുടെ കാട്ടിൽ ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ചീവീടിൻ്റെ സൗണ്ടൊക്കെ വരും. അതൊക്കെ ഇട്ട് കിടക്കാൻ പറ്റി അടിപൊളി ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഓ, നമ്മളെ ഇരിക്കാനായിട്ട് എന്നത്തെ പോലെ നമ്മുടെ ഫോൾഡബിൾ ചെയർ 2 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കണമെങ്കിൽ ഈ സാധനം വയ്ക്കുക, ഇതിലിങ്ങനെ ഇരിക്കുക. അതല്ല നമുക്ക് വിസ്തരിച്ചിരിക്കണമെങ്കിൽ ഇതാണ് മുതൽ. ഇതിങ്ങനെ നിർത്തി വയ്ക്കുന്നു. ഇതിലിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ ചായയെ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ വെക്കണതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇതല്ല ഇങ്ങനെ ചായ ഇരിക്കാൻ പറ്റിയ സെറ്റപ്പാട്ടാ. ഇത് അടിപൊളിയാണ്. ഇതും കുഴപ്പമില്ല, പക്ഷേ ഇത് ഇച്ചിരി കൂടി സെറ്റപ്പാണ്. അപ്പോൾ ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാഡ്ഗറ്റ്സും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ലൈറ്റ് ആണ് കേട്ടോ. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇത് സോളാർ ലൈറ്റാണ്. സംഭവം നമ്മൾ കത്തിക്കുമ്പോൾ വെറൈറ്റി സെറ്റപ്പുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പല മോഡുകളിൽ കത്തിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബീക്കൺ ലൈറ്റ് വേണമെങ്കിൽ ആ സെറ്റപ്പ് ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇതിൽ നമുക്ക് പവർ ബാങ്ക് ഉണ്ട്.
നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നേരെ സോളാർ പവർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച സാധനം ഉണ്ടോ ഞാൻ. ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ ലൈറ്റ് മാത്രമല്ല വേറെ വെറൈറ്റി ഒരു ലൈറ്റ് ഉണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾ ഈ സാധനം ഇല്ലേ, പൊള്ളി സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന്, ഇത് നമ്മുടെ പ്രൊജക്ടർ ലാമ്പ് പോലെ നല്ല അടിപൊളി വെട്ടം കിട്ടും. ഇപ്പോൾ പകൽ വെട്ടത്തിൽ വരെ ഇത്രയോ വെട്ടം കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ മോഡുകൾ വരുന്നുണ്ട്. ഇതേ അടുത്ത മോഡാകുമ്പോൾ ഇച്ചിരി ഡിമ്മായി, അടുത്തതിൽ ഇതേ വാമായി, അത് കഴിഞ്ഞ് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാമിൽ തന്നെ താഴെ പിന്നെ ദേ നമ്മുടെ റെഡ് ലൈറ്റ് വരുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ബീക്കൺ കത്തുന്ന പോലെ കത്തുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടാ, ഇതിൽ വേറെ സെറ്റപ്പ് വരുന്നത് എന്താണെന്നറിയോ? ഇത് നമുക്കിത് ഇങ്ങനെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുകവലി ശീലമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇതേ കണ്ട നമ്മുടെ സിഗരറ്റൊക്കെ കത്തിക്കാനുള്ള ആ ഒരു കോയിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല അതേ സ്ക്രൂ ഡ്രൈവർ നമുക്കിതേ സ്റ്റാർ വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്. അതും പോരാഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബ്ലേഡ് വരുന്നുണ്ട്. പിന്നെ ഇത് കോമ്പാക്റ്റ് സൈസാണ്. നമുക്കിതേ നമ്മുടെ ട്രൗസറിൻ്റെ ഇത് വള്ളിയില്ലേ, ഈ വള്ളിയും ഇങ്ങനെ കുളത്തിടാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല കുളത്തിടാൻ പറ്റുന്ന വേറൊരു സാധനമാണ് ഇത്. ഓക്കെ, ഇതെന്നിട്ട് സംഭവം എന്ന് മനസ്സിലായ? ഇതൊരു നൈഫാണ്, ചെറിയ നൈഫ്. നമ്മളിതേത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പരുന്തിൻ്റെ ഒക്കെ ചുണ്ടും കാലും പോലെ ഇരിക്കുന്ന അടിപൊളി ഒരു നൈഫ്. ഇത് നമുക്കിത് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഒരു വെല്ലുവിളി ഉണ്ടായില്ല, ഇവിടെ കുളത്തിടാനായിട്ട് പറ്റും. ഇനി ഇതേ നമ്മൾ സാധാരണ യൂസ് ചെയ്യണ പോലെ നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള പാത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ചെറിയ ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്യൂട്ടൻ ഗ്യാസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഹെഡ് ടോർച്ചാണ്. നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വള്ളി വരുന്നുണ്ട്. പിന്നെ അതേ ഇതിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ മോഡുകൾ വരുന്നുണ്ട് കണ്ട. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു മോഡുണ്ട്. ഈ മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ തലയുടെ മുകളിൽ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കാണിച്ച ലൈറ്റ് കത്തും, അല്ല ഇങ്ങനെ കാണിച്ച ലൈറ്റ് കേടും, ഇങ്ങനെ കാണിച്ച ലൈറ്റ് കത്തും കേട്ടാ. ഈ ഒരു സെറ്റപ്പാണ് സംഭവം. വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്, അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിതേ നമ്മുടെ വാട്ടർ ബോട്ടിലാണ്, പോർട്ടബിളാണ്. നമുക്കിത് ചുരുക്കാനും പറ്റും, സെറ്റപ്പ് ആക്കി എടുക്കുക. നമുക്കിത് നേരത്തെ കണ്ട അരുവിൽ നിന്നൊക്കെ വേണമെങ്കിൽ വെള്ളമൊക്കെ എടുത്ത് വെക്കട്ടെ ഇതിൽ. അതുപോലെ തന്നെ ഇതേ പോർട്ടബിളായിട്ട് വരുന്നൊരു പാത്രം ഉണ്ട്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടോ, നമ്മൾ വലിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ പാത്രമായി, ഇത്രയും അധികം വെള്ളം ഇതിൽ കൊള്ളുവേ. ഇനി ഇതേ സോളാറിൻ്റെ വേറൊരു ലൈറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ സോളാറാണ്, ചാർജ് ആവും. നമുക്ക് ഞെക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ അത്യാവശ്യം വെട്ടം ഇതിൽ നിന്ന് കിട്ടും. ഇതിലും എനിക്ക് തോന്നുന്നു മോഡുകൾ വരുന്നുണ്ട്, വെട്ടം കുറയ്ക്കാനുള്ള സെറ്റപ്പ് വരുന്നുണ്ട്. അടിപൊളിയല്ലേ? ചെറിയൊരു ലൈറ്റ് സോളാറിൽ വർക്ക് ചെയ്യും. ഇനി അതേ ഒരു കത്തി സെറ്റപ്പ് വേണ്ട, പക്ഷേ ഇത് സാധാരണ കത്തിയല്ല. ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചെറിയൊരു കത്തിയല്ല നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ, പക്ഷേ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്തോരുണ്ടെന്ന് അറിയോ? ഇത് നോക്കിയേ, ഇത് ഇത്രയും വലിയ മരം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഞാനിത് വെച്ച് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, പച്ച മരമാണേ. ഇതാണ് നമ്മൾ ഇത് വെച്ച് മുറിച്ചെടുക്കാൻ പോകുന്നത്. ഓ, പറഞ്ഞു തീരണ സമയം കൊണ്ട് നല്ല കട്ടിമരം, പാഴ്മരം ഒന്നല്ല, നല്ല കട്ടിമരം നമ്മളിത് വെച്ച് മുറിച്ചു. സംഭവം യൂസ് കഴിയുമ്പോൾ ദേ മടക്കി വെക്കാനും പറ്റും. ഇത് പൊള്ളി സാധനം കേട്ടാ. ഇത് കണ്ട, ഇതൊരു മാഗ്നറ്റിക് കോമ്പസ് ആണേ. ഈ കോമ്പസൊക്കെ നോക്കി യാത്ര ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് യാത്ര ചെയ്യാം. പക്ഷെ നമുക്കിതിനെപ്പറ്റി വലിയ പിടിയില്ലാത്ത കാരണം നമ്മളിതിങ്ങനെ തന്നെ അടച്ചിട്ട് എടുത്ത പൊതിയിൽ തന്നെ കയറ്റി വയ്ക്കുകയാണ്. ഇത് ഈ സാധനമില്ല, ഇതെനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഈ സംഭവമില്ലേ കേബിളായിട്ട് ഇരിക്കണത്, ഇത് ശരിക്കും നമുക്ക് മരമൊക്കെ മുറിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതെ, ഇത് നമ്മൾ ട്രൈ ആക്കുകയാണേ. സംഭവം നമ്മളിത് വെച്ചിട്ട് മരം മുറിച്ച് നോക്കാൻ പോവാണ്. ഈ കാണുന്ന മരം മുറിക്കുന്നത് കേട്ടാ. ഓ സ്റ്റക്കായി പോയടാ. ഇത് നമ്മൾ ഉദ്ദേശിച്ച എളുപ്പമില്ലെന്ന് തോന്നണം. എന്നാലും നമ്മൾ എൻ്റെ പൊന്നോ ഭയങ്കര ബലം കൊടുക്കേണ്ടി വരണ്ടിട്ടാ. ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ സാധനമായിരുന്നു, അത് ഇത്തിരി എളുപ്പമായിരുന്നു. ഇത് നമ്മൾ ഉദ്ദേശിച്ച എളുപ്പം വരുന്നില്ല. ഇപ്പം നമ്മൾ ട്രൈ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് പ്രവീൺ മച്ചാൻ വാങ്ങിച്ചൊക്കെയാണ്. പ്രവീൺ മച്ചാൻ സ്വന്തമായിട്ട് മുറിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രവീൺ മച്ചാൻ മുറിച്ച് കാണിച്ചു തരും. ദേ സിമ്പിളായിട്ട് മുറിക്കണവൻ. എടാ ഇങ്ങനെ ഇരുന്നടാ. മുറിയട്ടെ, മുറുക്കി ഇതേ പ്രവീൺ മച്ചാൻ മുറിക്കാൻ പറ്റുന്നുണ്ട്. യെസ്, സ്മൂത്തി പോട്ടെ. പ്രവീൺ മച്ചാൻ അതുകൊണ്ട് മുറിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണ് കേട്ടാ. പക്ഷെ അവൻ മുറിക്കുന്നുണ്ട് കേട്ടാ. ദേടോ പ്രവീൺ മച്ചാൻ അതേ മുറിച്ച് പോകണ്ട്. അപ്പം ഇനി നാളെ കാലത്ത് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പീസ് എടുത്ത് കാണിച്ചു തരും. ഓക്കെ, നോക്ക്, ട്രൈ മാൻ. പറ്റും, നിനക്ക് പറ്റും. ഇല്ല പ്രവീൺ മച്ചാന് പറ്റും അത്. അതന്നെ, എന്നാ ഒരു സൈഡ് ഞാൻ പിടിക്കാം, ഒരു സൈഡ് നീ പിടിക്ക്. എന്തായാലും നമുക്കിത് പൈസ കൊടുത്ത് വാങ്ങിച്ചു പോയി. അപ്പൊ നമുക്ക് മുറിച്ചടങ്ങുള്ളൂ. കൈ മുറിഞ്ഞ ഇല്ല, ആണോ? ആ മനു വന്നിട്ടുണ്ട്. അപ്പൊ അതെ
മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പീസ്. അങ്ങനെ ദേ മനുമോൻ ഒരു 20 മിനിറ്റോളമായി നമ്മുടെ മരം മുറി തുടങ്ങിയിട്ട്. അങ്ങനെ ദേ മനുമോൻ ആട്ടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കുള്ള ഫുഡിന്റെ പരിപാടി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. മനുമോൻ ഇവിടെ മുറിച്ചത് അടുത്തെത്താറായിട്ടുണ്ട്, വിശക്കാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പൊ നമുക്ക് ഫുഡിന്റെ പരിപാടി നോക്കാം. ഇന്നത്തെ ഫുഡ് സ്പെഷ്യൽ ഫുഡാണ്. അടിപൊളി. അങ്ങനെ ദേ പകുതി മുറിച്ച് ബാക്കി ഒടിച്ചെടുത്തിട്ടുണ്ട് മനുമോൻ. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഇനി ഫുഡിന്റെ പരിപാടി നോക്കാം. വിശപ്പായോ? വിശപ്പായല്ലേ? വിശക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫുഡ് വെറൈറ്റി ഫുഡാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്? ചിക്കൻ എന്ന് പറഞ്ഞു. ആ ചിക്കൻ എന്ന് പറഞ്ഞപ്പോ അവനൊരു സന്തോഷം നോക്ക്. എന്നോട് പറഞ്ഞടാ കാട്ടുകോഴി ഒന്നല്ല കേട്ടാ. അപ്പൊ ദേ നമ്മുടെ കോഴീനെ ഇങ്ങോട്ട് പിടിച്ചോണ്ടേ. നമ്മളിന്ന് കോഴിയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാ കോഴി ബബ്ബയാണ്. നല്ല കോഴീനെ ഗ്രില്ല് ചെയ്തത് അല്ലേ. അപ്പൊ ഈ കോഴീനെ ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. അപ്പൊ ദേ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കോഴിക്കുട്ടന്മാരെ നമ്മള് സെറ്റാക്കി എടുക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ കോഴിക്കുട്ടന്മാരെ ഇനി കഴുകി സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കണേ. കാട്ടിഞ്ചിയുടെ തണ്ടണ്ട വെട്ടിയെടുത്തിരിക്കുന്നത് നമ്മുടെ കോഴിക്ക് മസാല തേക്കുമ്പോൾ വിരിക്കാനായിട്ട്. അപ്പൊ മനുമോനെ ഇന്ന് എന്ത് വേണം? ഗ്രില്ല് വേണോ, ഷവായി വേണോ, എന്ത് സാധനം? ഗ്രില്ല് സെറ്റാക്കാം. പക്ഷെ ഗ്രില്ല് കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് കോല് വെച്ച് കത്തിച്ചെടുക്കേണ്ടി വരും. നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. മസിലൊക്കെ ഒന്ന് മസാല തേക്കാനുള്ള സെറ്റപ്പാണ്. ബാക്കിലും കുറച്ച് കുഞ്ഞി വരകളൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ മസാല പുരട്ടണതൊന്നും കോഴി അറിയൂല. അങ്ങനെ ദേ ആദ്യത്തെ കോഴീനെ നമ്മൾ വരഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതേ നമ്മുടെ മസാലകളൊക്കെ ചേർക്കുകയാണേ. ഇനി സ്വല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മസാല തേച്ചപ്പോൾ മണം അല്ലേ. അങ്ങനെ നമ്മുടെ കോഴിക്കൂട്ടന്റെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി. ഇനിയിപ്പോ അടുത്ത പരിപാടി ഇവനെ നമുക്ക് ചുട്ടെടുക്കാനുള്ള പരിപാടി നോക്കണം അല്ലെ. കോലെ കുത്തി ചുട്ടെടുക്കാനുള്ള പരിപാടി. അപ്പൊ നമ്മള് ഇവനെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിനുശേഷം കോലെ കുത്തി നമ്മള് കോഴീനെ ചുട്ടെടുക്കും. കോഴിക്കൂട്ടനെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഏകദേശം ഇവിടെ ഇട്ട് തീ കൂട്ടാം. നമ്മുടെ കോഴിക്കൂട്ടനെ നിർത്തി കറക്കാനായിട്ട് നമുക്ക് വൈ ഷേപ്പിലുള്ളൊരു മരം വേണം. അപ്പം അത് മുറിച്ചെടുക്കുകയാണ്. കണ്ട ഇവിടെ നോക്കുമ്പോൾ വൈ ഷേപ്പ് വേണ്ട, ഈ ഒരു ഷേപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ തീ കൂട്ടാനുള്ള പരിപാടിയാണ് ഇനി. അപ്പോൾ നമ്മുടെ കല്ലുകൾ ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം തീ കൂട്ടാനുള്ളൊരു സർക്കിൾ സെറ്റ് ചെയ്യണേ. നമുക്ക് രാത്രിയാകുമ്പോൾ ഈ സുഖമൊന്നും ഉണ്ടാവില്ല, നല്ല തണുപ്പായിരിക്കും ഇവിടെ. അപ്പോൾ തണുപ്പ് വരുമ്പോഴും നമുക്ക് തീ ആവശ്യം വരുവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കല്ല് വട്ടം വെച്ചിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ തണുത്ത് കിടക്കുകയാണ്. ഒരു വെള്ളാംശം ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ സേഫ്റ്റിയിൽ ചെയ്യണം. പുറത്തേക്ക് തീ പടർന്നു പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടാ. നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് വിറക് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കൂട്ടിയിട്ട് കത്തിക്കാനുള്ള പരിപാടി നോക്കിയാൽ. അങ്ങനെ നമ്മുടെ വിറകുകളൊക്കെ കൂട്ടി മുട്ടാണ് ഒടിഞ്ഞ ഒരു ശബ്ദമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ പീസുകളൊക്കെ ആക്കി ചുള്ളി വിറകുകൾ ഉണങ്ങിയതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിന് വേറൊരു സെറ്റപ്പ് വെക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് ഉണക്കപ്പുല്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ തീ പിടിപ്പിക്കാൻ പോകുന്നത്. തീ പിടിപ്പിക്കാനും നമ്മൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സാധനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തീ പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടാ. ഊഞ്ഞാലും ഇത് നാടാണ്. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഒന്നുമില്ല, കാറ്റാണ്. പ്രേമിക്ക് വേണ്ടടാ. ബൈ ബോയ്. നമ്മൾ തീ കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാര്യമായിട്ട് വാങ്ങിച്ചെടുത്തൊരു സാധനമാണ് ഈ ബൾബ്. വേണ്ട ഇങ്ങനെ പ്രത്യേകം എന്താണെന്നറിയോ? സോളാറാണ്. നമ്മളിതിങ്ങനെ ചാർജ് ചെയ്ത് ഇങ്ങനെ തുച്ചിട്ട് കഴിഞ്ഞാൽ ഇതേണ്ട മോനെ ആ വെട്ടം നോക്കിയേ. സ്പെഷ്യൽ സാധനമല്ലേ? ഇത്രയും വെട്ടമുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ആംബിയൻസിന്. അപ്പോൾ അതേ നമ്മുടെ ലൈറ്റ് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ കേട്ടാ. ചെറിയൊരു വെട്ടം നമുക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് കിട്ടുവേ. അങ്ങനെ നമ്മുടെ തീ കൂട്ടാനുള്ള സമയമായി, കോഴിനെ പൊരിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ സാധാരണ തീപ്പെട്ടി ലൈറ്ററൊന്നും വെച്ചിട്ടല്ല കേട്ടാ. എന്ത് നമ്മുടെ ഈ സ്പാർക്കർ വെച്ചിട്ടാണ് നമ്മൾ ഇത്തവണ തീ കത്തിക്കാനായിട്ട് പോകുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയല്ലോ
ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ കത്തിച്ചെടുക്കാനായിട്ട് പോവാണ്. ഓ തീ തെറിക്കണുണ്ടോ നോക്കിയേ. അപ്പൊ ഈ പുല്ലിനെ കണ്ടോ, ഉണക്ക പുല്ലിനെ നമ്മൾ വെച്ചിട്ട് തീ കൊടുക്കാൻ പോവാണേ. കത്തുന്നാണ് എൻ്റെ ഒരു ഇത്. മുമ്പ് കത്തിച്ചിട്ടുണ്ട്. കത്ത് 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 പുല്ല്. പക്ഷെ ഇത് കത്തിച്ചിട്ട് ഞാൻ വിടുള്ളൂ കേട്ടാ. നീ മോൻ കത്തിക്ക് ഒരേട്ടെ. അടുത്ത ആളുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വരട്ടെ വരട്ടെ. അപ്പൊ നമ്മുടെ തീ പിടിച്ചിട്ടുണ്ട്. പിന്നെ നല്ല കത്തിച്ച് കനലാക്കി എടുക്കണം നമുക്ക്. എന്നിട്ട് വേണം നമ്മുടെ കോഴീനെ കയറ്റാനായിട്ട്. ചെറുതായിട്ട് നനവുള്ള കൂലും കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൂടിൽ അതൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കത്തി വന്നോളൂ. നമ്മുടെ ഈ കാട്ടിലെ അത്യാവശ്യം എപ്പോഴും തണവുള്ള കാരണം മരമൊക്കെ ഒന്ന് ചൂടായി വന്നാലേ കത്തുള്ളൂ. അപ്പോഴേക്കും ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു പ്രൊജക്ടർ ലാമ്പില്ലേ, ഈ സാധനം, ഇതിൻ്റെ പവർ ഞാൻ രാത്രി ഒന്ന് കാണിച്ചു തരാട്ടെ. രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. നോക്കി, ഇതിലെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ മോനെ നോക്കി പവർ നോക്കി. സാധനം നമ്മൾ അടിക്കുമ്പോൾ നോക്കി പരിസരം മൊത്തം നമുക്ക് കാണാം കേട്ടോ. നോക്കി ഇതിൻ്റെ വെട്ടം നോക്കി കണ്ട. ആ ഒരു ലൈറ്റ് മുകളിലേക്ക് അടിക്കുമ്പോഴുള്ള പവർ കണ്ട. നമ്മുടെ ഫേസിലേക്ക് കൊടുക്കുമ്പോൾ ഈ മാതിരി വെട്ടമുണ്ട് ഈ സാധനം. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഐറ്റമാണ്, പക്ഷേ ഇതിൻ്റെ പവർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നോക്കി ഒരു ഏരിയ മൊത്തം നമുക്കിത് വെച്ചിട്ട് കാണാനായിട്ട് പറ്റും. രാത്രിയൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ട. നമ്മളെ വിറക് കളക്ട് ചെയ്ത് വെച്ചാൽ കുറവാണ് കേട്ടോ. നമുക്ക് കുറച്ചധികം വിറക് വേണ്ടി വരും. ഇപ്പോൾ എന്തായാലും നമ്മുടെ കാട്ടിൽ തന്നെ കയറി ഉണങ്ങി നിൽക്കണ കമ്പുകളുണ്ടാവും. അതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം നമുക്ക്. എവിടെ ആണോ? വല്ല മൊയിലൊക്കെ പോകണ്ടെങ്കിൽ പറ. ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പക്ഷെ തണവുണ്ട്. നമുക്ക് ചൂടാക്കി എടുക്കേണ്ടി വരും. ഓക്കെ, മുകളിലേക്ക് കയറി നോക്കാം. ഇത് ഉണക്കല്ലേ തോന്നുന്നു. നോക്കി നമുക്ക് ആവശ്യത്തിനുള്ള വിറകായി തോന്നുന്നു അല്ലേ. തലക്കല്ല ഇവിടെ അടിക്ക്. ആ എവിടെ ഇവിടെ 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 അടിച്ചാൽ മതി. ആ അടിക്കണ്ടേ. അയ്യോ മാറിക്കോട്ടാ, ചിലപ്പോ കഴുത്തുമേക്കിരിക്കുവേ. രണ്ട് കയ്യും കുണ്ടോക്കൂടെ ഉണ്ട്. എവിടേക്കാന്ന് വെച്ചാൽ കുണ്ടോക്കൂ. നാളെ തിരുമണ്ട വരും. ഭൂതം തണല്ലേ. നമ്മളെ വന്നപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റ് ആയിരുന്നു പുറത്തൊക്കെ. ഇതിനുള്ളിൽ കയറിയപ്പോൾ തണുത്തു. രാത്രിയില്ലേ മരയൊക്കെയാണ്, അമ്മാതിരി തണുപ്പ്. നമ്മൾ തീ കൂട്ടി നന്നായി. ഈ തീ ഒന്ന് കത്തി സെറ്റ് ആവണ വരെ എന്തായാലും മഞ്ഞടിക്കേണ്ട വരില്ല. തീ ഒന്ന് റെഡി ആയിട്ട് വേണം നമ്മുടെ കോഴീനെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. എന്നാലും ടെൻ്റൊക്കെ റെഡിയാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു മഴ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റും. അപ്പോൾ തീ കത്തി റെഡിയായി വരട്ടെ. അതുവരെ നമ്മൾ ഇങ്ങനെ ചൂടും കാഞ്ഞുകൂടി ഇരിക്കും. ഇനിതേ നമ്മുടെ കോഴി ചൂടാനുള്ള പരിപാടി നോക്കുകയാണേ. അപ്പോൾ നമ്മൾ കമ്പടിച്ചിറക്കി ഇതിൽ നമ്മുടെ കോഴീനെ വെച്ച് ചൂടാനുള്ള പരിപാടിയാണേ. അപ്പോൾ അതേ വടി റെഡിയാണ് കേട്ടോ. ഇനി നമ്മുടെ കോഴീനെ കയറ്റാൻ നേരം അല്ലേ. അടിപൊളി. അപ്പോൾ അതായത് നമ്മുടെ കോഴീനെ നേരെ എടുക്കുന്നു. കോഴിയുടെ മൂട്ടി കൂടി കോല് കയറ്റി കഴുത്തി കൂടി എത്തിക്കും നമ്മൾ. ഒരു കോഴി കയറി, അടുത്ത കോഴി കയറട്ടെ. രണ്ട് കോഴികളും കമ്പി കയറിയിട്ടുണ്ട്. ഇനിതേ നമ്മൾ ചൂടാൻ വെക്കാം. പിന്നല്ലാണ്ട് ഇനി ചുട്ട് കഴിഞ്ഞിട്ടുള്ള പരിപാടി കേട്ടാ. അപ്പോൾ ചൂടായി വരട്ടെ സംഭവം. നമുക്കൊന്ന് തീയൊക്കെ ഇനി സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചൂടത്ത് നമ്മുടെ ചിക്കനിനി പതിയെ ഇളം ചൂടിൽ കിടന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇവനെ ഇടയ്ക്കൊന്ന് ചരിച്ചൊക്കെ കൊടുത്ത് നമ്മൾ വേവിച്ച് സെറ്റാക്കി എടുക്കണം. ഹായ് നമ്മുടെ കോഴീനെ ഇപ്പോൾ കറക്കാറായിട്ടില്ല ശരിക്കും, എന്നാലും ഒന്ന് കറക്കി നോക്കണമാണ് നമ്മൾ ഭയങ്കര തീയൊക്കെ കത്തിച്ച് സെറ്റാക്കുന്നില്ല. ഇളം ചൂടിൽ ആ ഒരു കനലിൻ്റെ ചൂടിൽ കിടന്ന് വെന്ത് വന്നം നമ്മുടെ ചിക്കൻ. വെയിറ്റ് കേട്ടാ, വയറൊക്കെ
കുളുകുളുകുളൂന്ന് ശബ്ദമായി വെച്ചിട്ട് അവിടെ കൊതിട്ട് കൊടുക്കും. ആ മസാലയുടെ വട നന്നായിട്ട് വരുന്നുണ്ടല്ലേ, അടിപൊളി. എന്തായാലും നമ്മുടെ കോഴിക്കുട്ടന്മാർ ഇവിടെ നിന്ന് വേവട്ടെ, നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മുടെ കോഴിക്കുട്ടം ദേ ഇവിടെ നിന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ചെറു ചൂടിൽ വെന്തു വരുന്ന കോഴി. ആഹാ, റെഡി ആയിക്കൊണ്ടിരിക്കണ്. ദേ ഊരാറായിട്ടില്ല, ഒത്തിരി കൂടി സമയം കൊടുക്കണം നമ്മള്. അതിങ്ങനെ സെറ്റായി വന്നിട്ടിരിക്കുകയാണ്. പ്രവിയേ ദേ നമ്മുടെ ഐറ്റം ഇവിടെ വെന്ത് നല്ല മണം വന്നിട്ടാ. ആ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി ഒഴുകയാണ്. അവിടെ ഒരുത്തിന് ഊഞ്ഞാലിൽ കയറിയിരുന്നുണ്ടായിരുന്നല്ല. ഡാ ഒരു പണിയെടുക്കരുത് കേട്ടാ, ഊഞ്ഞാലിൽ തന്നെ ഫുൾ ടൈം. നീ കോഴി വേവുമ്പോ തിന്നാൻ പാടം കേട്, നീ വാട്ടം കേട്. വിറകെടുക്കാൻ ഏൽപ്പിച്ചോനാ, ഊഞ്ഞാലിൽ പോയിരുന്ന് അടി കളിക്കാണ്. വേവട്ടെ കോഴി ഇരുന്ന് വേവട്ടെ. കോഴി എന്നെ കഴിക്കൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന പോലെ ഇല്ലേ. രവി മനുമോനെ അജോ ഗിരാ, എന്താ കോഴിയുടെ മണം, പൊരിച്ച കോഴിന്റെ മണം. സാധനം സെറ്റായിട്ടുണ്ട്. ഓ ഇവിടെ തന്നെ വലിച്ചെടുക്കാൻ തോന്നുന്നല്ലേ. വെന്തണ്ടോ അവിടെ? ഇപ്പൊ വലിക്കണോ? ചിലപ്പോ അതോടുകൂടി കോഴി നേരെ കരിയില് വീഴും. ഓ എന്റെ പൊന്ന്, എന്തോ നേരെന്നറിയോ, 1.5 മണിക്കൂറായി കോഴിയിലിരുന്ന് കറക്കാൻ തുടങ്ങിയിട്ട്. നിഷ്കണോ നീ ഇങ്ങോട്ട് വാ. നീ സംഭവം ഇവിടെ കൂട്ടി പിടിക്കാൻ എന്നിട്ടുള്ളേ എവിടെന്ന് ആര് വാങ്ങി? ഇല്ല, അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഇനി വിറകൊക്കെ കൊണ്ടുവരണോട്ടെ പറയും. രാത്രിയിലെ തണുത്ത് മരവിക്കും നീ. ഓ കൊടുങ്കാടിന്റെ നടുക്കിലാണ് നമ്മള്, കൊടുങ്കാടിന്റെ നടുക്കില്. അപ്പൊ എടുക്കട്ടെ. നമുക്ക് ഏത് കോഴിനെ ആദ്യം കൊടുക്കണം? ഇതിനെടുക്കാം അല്ലേ ആദ്യം? ഓ ഇപ്പൊ ഒരു കോഴി. എന്റെ അമ്പ് ചൂടുണ്ടാന്നാ. ഹായ്, ഒരു കോഴിച്ചാര് അവിടെ കിടക്കട്ടെ. മതി, കോഴി അവിടെ ഇരിക്കട്ടെ. ഈ കോഴിനെ നമുക്ക് ചൂട് പോകാതിരിക്കാനായിട്ട് ഇവിടെ വെക്കാം അല്ലേ. ഓ ഇതേടാ കാലിപ്പ് അടന്നുകൂടാ. മോനെ ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കൊടുങ്കാട്ടിൽ ചുട്ട കോഴി. അടത്തിയെടുക്കണ്ടേ ഇതിങ്ങനെ, ഇതിങ്ങനെ അടത്തിയെടുക്കണ്ടേ. ഹായ് കോഴിക്കാല് ഇരിക്കട്ടെ ഇവിടെ. മോന് ചെസ്റ്റ് വരട്ടെ എന്നാ. ചെസ്റ്റൊക്കെ മോനെ കഴിച്ചു നോക്കി നീ. ആവി വരും, ചൂടല്ലേ, ചൂടുള്ള സ്ഥലത്ത് നിന്ന് ആവി വരും. ഞാനേ ഇത് മൊത്തം മോനുള്ളതാ, കഴിക്കും. കഴിച്ചു നോക്കട്ടെ, നിനക്കുള്ള സാധനം തരാട്ടാ മോനെ. അടിപൊളിയായിട്ട് വെന്തു കേട്ടോ. എന്റെ ചെറുപ്പത്തിലുള്ള ഒരു സ്വപ്നം എന്താണെന്നറിയോ? മസാല കറക്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു വലിയ സ്വപ്നം എന്താണെന്ന് അറിയോ? കോഴിയുടെ കാലങ്ങൾ എടുത്തിട്ടില്ലേ ഇങ്ങനെ കടിച്ചു കളിക്കാം. പഞ്ഞിക്കുട്ടി പോലെ വന്നിട്ടില്ലേ? ആഹാ നോക്കടാ, കണ്ട അതാണ് വേവ്. അല്ലേ അതെടുത്ത മാനങ്ങൾ ആ കാല് നമുക്കങ്ങനെ പൊക്കിയെടുത്താലോ. ആയി ആവി പറക്കണം. പിന്നെ ആവി പറക്ക് വേണം എന്താടാ? ഞാൻ ആദ്യം എടുത്ത് കഴിച്ചു, ഇതിന്റെ രണ്ടാമത്തെ കാലാണിത്. ആയി അങ്ങനത്തെ ഫുഡ് അടിയൊക്കെ ഒരുവിധം നമ്മുടെ സെറ്റായി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹായ്, ഇത് ഞാൻ ഇതുവരെ കണ്ടതിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഇരുന്നുറങ്ങാനും വേണം ഒരു കഴിവ്. മച്ചാൻ ഇവിടെ ഉറക്കായി, നമ്മളെ കണ്ടപ്പോൾ എനിക്കിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. വിറകൊക്കെ തീർന്ന കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ പ്ലേറ്റും
പേപ്പറൊക്കെ ഇട്ട് കത്തിച്ചിട്ടാണ് നമ്മൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 11 മണി 11:30 ആയിട്ടുണ്ട്. മനുമോൻ ഫ്ലാറ്റ്, പ്രവീൺമച്ചൻ ഫ്ലാറ്റായിരുന്നു. പ്രവീൺമച്ചാനെ ഏൽപ്പിച്ച് കൊണ്ടുവന്നു. അപ്പം ഇനി നമ്മളിത് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവുകയാണെങ്കിൽ നാളെ കാലത്ത് കാണാം അല്ലേ. അപ്പോൾ ദേ എടാ ചട്ടിയും വെട്ടിയും കൊട്ടയൊക്കെ എടുത്ത് നേരെ ടെൻറ്റിൽ കയറി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി ഉണ്ട്. ഇനി നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വന്ന് ഉറങ്ങാൻ പോണേ പ്രവീണേ. അല്ല, ഞാൻ ഇതിലാണ് കിടന്നുറങ്ങാൻ പോണേ. ഇതില് ഞാൻ ഇന്ന് ഇതിലാണ് ഉറങ്ങാൻ പോണത്. ഞാൻ ഇതിലാണ് ഉറങ്ങാൻ പോണത് പ്രവീണേ. ഇന്ന് ഈ രാത്രി ഞാൻ ടെൻറ്റിലല്ല, ഈ നെറ്റിലാണ് ഞാൻ കിടക്കാൻ പോണത്. നല്ല കാര്യം. കാണാന്നാ. ഞാൻ ഇതിൽ കിടന്നുറങ്ങിയ നാളെ കാലത്ത് എനിക്ക് കഴിഞ്ഞ് എനിക്ക് എന്ത് വരും? ചായ അല്ലേ ഞാൻ തന്നെ വെച്ചാൽ നിനക്ക്. എന്തായാലും എനിക്കിത് ഇഷ്ടമായി. നൂഡിൽസ് എന്നാലും കുഴപ്പമില്ല. ഇവർക്ക് ആർക്കും ഇല്ലാത്ത ധൈര്യം ഉണ്ട് എനിക്ക്. നിനക്ക് ധൈര്യം ഉണ്ട് ആർക്കും ഇവിടെ കിടക്കാൻ രാത്രി? ഇല്ല. ഇല്ല. എടാ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അപ്പം നാളെ കാലത്ത് കാണാം. ഓക്കെ, നാളെ കാലത്ത് എനിറ്റാൽ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇരുട്ടാളൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം ഞാനുണ്ട് ഇവിടെ ഫസ്റ്റ് എനിറ്റത്. മനുച്ചേട്ടനെ കിടന്നുറങ്ങണം. മനുച്ചേട്ടാ അതേത് മനുച്ചേട്ടാ എനിക്ക് മനുച്ചേട്ടോയ് എങ്ങനെ ഉണ്ടായി? ചെറിയ വട്ടമൊന്നുമില്ല. അവന്മാർന്ന് എനിട്ടുള്ളതുകൊണ്ട് അല്ലേ? തണുപ്പുണ്ടായിരുന്നു അല്ലേ? നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാം. ദേ മേലക്കുന്ന് വെള്ളം മഞ്ഞ് അല്ല വെളിച്ചം മനുണ്ട്. ആയ് ആ മണ്ടന്മാർന്ന് എനിട്ടിട്ടാ ആരുമില്ല. അടിപൊളിയല്ലേ? ആ സ്റ്റൈല് അടിപൊളി കാഴ്ച. ജിയൊക്കെ അവിടെ കിടന്ന് ഉറങ്ങിയാണ്. നല്ല തണുപ്പുണ്ടല്ലേ? എന്നിട്ട് പുതപ്പിനെ പറഞ്ഞിട്ടുണ്ട് ഷീറ്റ് ഇട്ട് മൂടിയേക്കണം. ജിയോയ് ഊഞ്ഞാല ഉണ്ണി വാവോ. എടേ നിക്കടാ, കാട്ടീന്ന് പോണ്ടേ? നിക്കടാ. അയ്യോ മാരവിടെ എന്താണ് അവസ്ഥ? ഉള്ളിന്ന് കൂട്ടിയേക്കണ അജോയ് ഭൗമിക്കേ എനിക്കടാ. എടേ എനിക്കടാ, നിങ്ങളാ ഉള്ളിന്ന് കൂട്ടിയേക്കാണ്. ഇവിടെ തുറക്കാൻ പറ്റൂല. ശരിയാണുള്ള നേരം തുറക്കണേ. തുറക്കാല. എടേ എനിക്കടാ വാ. അജുലി കിടക്കണത് ഇവിടെ തല എവിടെയാണോ? എടാ വാടാ അജിയോയ് അജിയോയ്. എടാ വാടാ. അണ്ട് പോവാടാ. ചായയൊക്കെ ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ്. അപ്പൊ മച്ചാൻ പറയണ്ടേ, നമ്മളുടെ സുപ്രഭാതം പൊട്ടിയിരിഞ്ഞു. പ്രവീൺ മച്ചാനെ ഇവിടെ നിന്നെ കാണാനില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? അത് ഞാൻ അറിഞ്ഞായിരുന്നു. കൂർക്കൊക്കെ വലിച്ചിട്ട് മനുഷ്യന് ഉറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ കൂർക്കം വലിക്കണ്ടേ? പിന്നെ അല്ലാണ്ട് മനുമോൻ അജുമോൻ എടക്കിര എവിടെ പോയി? കാലത്ത് തന്നെ സോപ്പൊക്കെ ഇട്ട് കൈ വെക്കണ്ടല്ലോ. ഞാൻ കണ്ടു വെളുപ്പാകാലത്ത് കുപ്പിയെടുത്ത് കാട്ടിൽ പോണത്. കാട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് പിന്നെ കാടാവുമ്പോ അങ്ങനെയാണല്ലോ. അന്ന് കാടിനറിയില്ലല്ലോ വയറിന്റെ വിളി. ഇനിയിപ്പൊ തന്നെ ഇറങ്ങി പോരൂട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കോഴിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ വിളികളൊന്നും വന്നിട്ടില്ല. വിളി വരുമ്പോൾ കാടുണ്ടല്ലോ കാട്ടിൽ വെള്ളുണ്ടല്ലോ. അപ്പോ ദേ ഇന്നത്തെ പരിപാടി ഇനി എന്താണ് മനുമോനെ? ഒരു ചായ കിട്ടോ? ചായ. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവിടെ നമുക്ക് ചായ ഇടാൻ തേയിലപ്പൊടിയുടെ ആവശ്യമില്ല. എന്താണ് എനിക്കൊന്നത് മൊത്തം തേയില നല്ല ഉണങ്ങി ഇല എടുക്കുക, നേരെ വെള്ളത്തിലിടാം. അല്ല നമ്മള് തേയിലപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ട്രയൽ അടിച്ചാലോ? ട്രയൽ അടിക്കാൻ അടിക്കാം. ഉണങ്ങിയ ഇല പറിച്ച് ഇതിലിട്ട്
ചായ തിളപ്പിക്കാന്നല്ലേ സംഭവല്ലേ. ഇത് മൊത്തം ഇവിടെ ചുറ്റും കുറേയൊക്കെ നിൽക്കണത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന തേയിലച്ചെടികളാണ്. തേയിലച്ചെടികൾ മാറി ഇപ്പൊ തേയില മരമായി, 30 വർഷത്തോളം പഴക്കമുള്ളത് തേയില മരങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പരിപാടി എന്നറിയോ? ഇനി നേരെ ചായ വെക്കണം, പാപ്പുണ്ടാക്കണം, കഴിക്കണം. അത് തന്നെ, അത് നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ വരുമ്പോൾ. തുടങ്ങിയാലോ പരിപാടി. നമ്മുടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ കഴുകിയെടുക്കുകയാണ്. ഇതൊക്കെ പുറത്ത് കിടക്കായിരുന്നേ. എന്നാലും നമ്മൾ അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായില്ല. അപ്പം എല്ലാം കഴുകി സെറ്റാക്കി എടുത്തിട്ട് വേണം നമുക്ക് ചായ വയ്ക്കാനും നമുക്ക് കഴിക്കാനുള്ള പാപ്പുണ്ടാക്കാനും. ബാ നമുക്ക് പാപ്പുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. പ്രവീണേ, എനിക്ക് എന്ത് പാപ്പം വേണമെന്ന്? എനിക്ക് നൂഡിൽസ്, നൂഡിൽസ്, പാസ്ത നൂഡിൽസ്. നൂഡിൽസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പാപ്പുണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്തോ. ഉണക്കലാണോ വേണ്ടേ? നല്ല ഉണങ്ങിയ തേയില നമ്മൾ സെലക്ട് ചെയ്തെടുക്കുവാണ്. ഇത് വെച്ചാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ചായ ഉണ്ടാക്കുന്നത്. അതിൽ പച്ചല പറ്റൂല? അപ്പൊ പച്ചല പറ്റില്ല, പച്ചല ഉണങ്ങി അത് പ്രോസസ് ചെയ്തെടുക്കുന്നുണ്ട് ആ രീതിയിലേക്ക്. അപ്പൊ ഇത് പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ കഴുകിയെടുക്കണോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോണത് ഈ ഇല വെച്ചിട്ടാണ്ടാ. എനിക്കറിഞ്ഞൂടാ, മനുമോൻ പറഞ്ഞാണ്. ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് കാട്ടില, അതായത് കാട്ടിലുള്ള തേയിലയുടെ ഉണങ്ങിയ ഇല എടുത്തിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാതെ ഇതാണ് കേട്ടോ പച്ചല. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനത്തെ ഇലയാവും. നോക്കാം നമുക്ക് എന്തിട്ട് ടേസ്റ്റ് കിട്ടണമെന്ന്. കറക്റ്റ് ചായയുടെ ടേസ്റ്റ് കിട്ടുന്ന അറിയാം. ഇത് പൂത്തിട്ടുണ്ട്. പൂത്തത് കളാട്ടോ, പൂക്കാത്ത എടുക്കണം. പൂത്തത് വേണ്ട. ഇത്ര മതിയാവില്ലേ ചായ വയ്ക്കാൻ? ഇത്രയൊന്നും വേണ്ട, ഇത്രയും വേണ്ട. അപ്പോൾ കഴുകിയെടുക്കട്ടത്. ഇത് കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം ഈ കാട്ടിൽ നിന്ന് പറഞ്ഞേ നമുക്ക് ഒന്ന് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കുകയല്ല. പോട്ടെ ചോദിച്ചോ. എൻ്റെ കിളിയൊക്കെ തപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. മോനെ തീ കൊടുത്തോടാ. നല്ല ചൂട് തീ വേണമെങ്കിൽ കൂട്ടാല്ലേ? കുറച്ച് കൂട്ടിക്കോ. മതി. കുറച്ച് വെള്ളം തിളച്ച് വരട്ടേട്ടാ. എന്നിട്ടാണ് നമ്മളുടെ ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത ഉണങ്ങിയ ഇല നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 മണിക്കൂർ കിട്ടുമോ? ഓ 1 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ കിട്ടും. 1 മണിക്കൂറൊക്കെ കൂളായിട്ടൊരു സിലിണ്ടറിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ തേയില ഇട്ട് കൊടുക്കാൻ പോവാണേ. ഉണങ്ങിയ തേയില നേരെ ഇതിലേക്ക് നമ്മൾ മുക്കി കൊടുക്കുകയാണ്. എന്താവും നോക്കാട്ടെ. ഓരോല്ല പോയി, കുഴപ്പമില്ല. ഇഷ്ടം പോലെ അല്ലേ ഉണ്ട്. വെറൈറ്റി ചായ. എനിക്ക് തോന്നുന്നു പച്ചല പൊട്ടിച്ചിടായിരുന്നു തോന്നുന്നു. പഞ്ചാര നമ്മുടെ അത്ര മതി പഞ്ചാര. ഷുഗർ വരും അല്ലാണ്ട് മൊത്തം മധുരം കൂടും. ഇന്ന് ഒരു നേരം കഴിച്ചു ചോദിച്ചാൽ നമുക്കൊന്നും പറ്റാൻ പോണില്ല. എന്നാലും എല്ലാത്തിനും അതിൻ്റെ ഒഴിക്കട്ടെ. ചായ പഞ്ചസാര ഒരു ഗ്ലാസ് അവിടെ ഉണ്ടല്ലോ. ഒഴിച്ചിട്ട് മാറ്റല്ല. നല്ല റെഡിന്റെ കളറ്. എന്തിന്റെ കളറ്? നമ്മുടെ കാട്ടുപച്ചല ചായ റെഡി ആയിട്ടുണ്ട്. കളർ ഓവർ കളറില്ല, ഒരു ലൈറ്റ് കളർ. കളർ ടേസ്റ്റ് ആണ് നമുക്ക് നോക്കണ്ടേ. ചുണ്ടുപൊള്ളി കറക്റ്റ് അറിയാവുന്നല്ലേ ചുണ്ടുപൊള്ളൂന്ന്? അതങ്ങനെയാണല്ലോ അതിന്റെ ഒരു ശാസ്ത്രം. ഈച്ചയല്ലേ അത്? ചെറിയൊരു ഈച്ച ഉണ്ടായിരുന്നു. അയ്യോ എടാ ഇതെടുക്ക്, സുനി എടുക്ക്, ക്ലാസ് എടുക്ക്. ഈച്ച ചായ വേണ്ട ഒരു ഈച്ച ചായ വേണ്ട ഒരു ഈച്ച ചായ. കണ്ണിനൊക്കെ നല്ലടാ. മതി. നിനക്കുള്ളത് ചില ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടേ. എനിക്കും കിട്ടിയാട്ടാ. ഈച്ചയും കിട്ടിയ ഒരു കുഞ്ഞിപ്രാണിയും കിട്ടി. എന്തോ പൊടിയൊക്കെ അതിലുണ്ട്. ഇലയുടെ പൊടി ഇടയ്ക്ക് വന്നാണ് തോന്നുന്നത്.
കുഴപ്പമില്ല. ടേസ്റ്റ് എങ്ങനെയുണ്ട്? കാട്ടിൽ നമുക്ക് ക്യാമ്പ് അടിക്കുമ്പോ കാട്ടുമനുഷ്യനായിട്ട് ജീവിക്കും. ഓവർ കടുപ്പൊന്നുമില്ല. പിന്നെ പൊള്ളി ചൂടുണ്ട്, ഞാൻ ചൂടാറിയിട്ട് കുടിക്കുള്ളൂ. പ്രവി ആ ചിയേഴ്സ് നിന്റെ ചായ എന്നാ ഓ ചായയുടെ ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് തേയിലിട്ടിട്ട്. പക്ഷെ എന്റെ സംശയം കടുപ്പൊന്നുമില്ല. കടുപ്പമില്ല, കടുപ്പം കുറവാണ്. എന്റെ സംശയേ എലമിന്റെ ചെളിയാക്കി കളറായാണ്. അതും ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ ഹൈലൈറ്റ് ആയത് ഈച്ചയാണ്. നമ്മളാരും കാണാതെ ഒരു ഈച്ച അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നായിരുന്നു. ആ ഈച്ചയാണ് അവസാനം ചായ കഴിഞ്ഞപ്പോ പൊന്തി വന്നത്. അതാണ് ഉയരം കൂടുന്തോറും ഈച്ചയുടെ വലിപ്പം പക്ഷെ ഉയരം കൂടുന്തോറും മലയുടെ മുകളിലത്തെ ചായ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണല്ലേ. ഉയരം കൂടുന്തോറും തേയിലയുടെ രുചിയും കൂടും. ഓ അടുപ്പ് കുട്ടി, പാത്രം വെച്ചു, നിന്റെ അടുത്തിരിക്കാൻ വെള്ളം ഒഴിച്ചു. നമ്മൾ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. പാസ്ത കണ്ട 3 പാക്കറ്റ് പാസ്ത ഉണ്ട്. ഇതാണ് നമ്മളൊന്ന് ഉണ്ടാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ സാധനം ഉണ്ട് കേട്ടോ, നൂഡിൽസ് ഉണ്ട്. പ്രേമണി നൂഡിൽസ് അല്ലേ വേണം? നൂഡിൽസ് ഞാൻ പാസ്ത തിന്നൂട്ടാ. ആണോ? എനിക്ക് പാസ്ത ഇല്ല. കാട് കയറിയാ കാടേറും മനുമോ. ഒരു കാട് കയറാനുള്ള ടെൻഡൻസി കൂടിയിട്ടുണ്ട്. ഇതേ വെള്ളം തിളച്ചു കൂട്ടാ. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാന് സ്പെഷ്യൽ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ ഇതേ നൂഡിൽസ് സെറ്റ് ആക്കാണേ. പ്രവീണേ ഇതിലേക്ക് ചൂടുള്ള ഒഴിച്ച് അങ്ങോട്ട് തരൂ കേട്ടാ. അതാണ് നൂഡിൽസ്. ഓ തുറക്കുമ്പോ തന്നെ ഇതേ ചിക്കനൊക്കെ വന്നിട്ടുണ്ടല്ലോ. പ്രവീൺ നൂഡിൽസിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. വീർപ്പ് വരൂലേ? ആഗ്രഹമുണ്ട്. ഇതെന്തോരം വെള്ളം ഒഴിക്കും ശരിക്കും? അയ്യോ കഞ്ഞിയായി പോയല്ലോടാ. കുഴപ്പമില്ല. നമ്മൾ ആദ്യം സാധനം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രഭാത ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവീൺ മച്ചാന്റെ പ്രഭാത ഭക്ഷണം 3 മിനിറ്റ് കഴിയുമ്പോൾ റെഡിയാവും. നമ്മുടെ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇത് എന്ത് പറഞ്ഞേ, നമ്മൾ ചെയ്തതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. തീ കത്തിക്കുന്നതിന് മുമ്പ് പാസ്തയും പൊടി ഇടണമായിരുന്നു. പക്ഷെ നമ്മൾ കുഴപ്പമില്ല, നമ്മളെ കഴിക്കുന്നത് ഗ്രീൻ പീസ് പട്ടാണി അട്ടാണിയൊക്കെ ഉണ്ട്. ഉണക്കട്ടാണി നമ്മുടെ പാസ്ത തിളച്ചൊടുങ്ങി റെഡി ആവട്ടെ. പാസ്ത റെഡി ആവട്ടെ. മസാല ഇല്ല പാസ്ത വെന്ത് വരട്ടെ. പട്ടാണിയൊക്കെ വേവാൻ നേരം കൊടുക്കണ്ടേ? ഗ്രീൻ പീസ് ഒക്കെ വേവാൻ നേരം കൊടുക്കണം നമ്മള്. 3 മിനിറ്റ് ആയി. പ്രവീൺ മച്ചാന്റെ നൂഡിൽസ്. പ്രവീണെ സ്പൂൺ തന്നെ. പ്രവീണ നൂഡിൽസ് ആണോ? പ്രവീണ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇന്നെന്താ കഞ്ഞിയാ? എന്താ നിന്റെ നൂഡിൽസ് ഇങ്ങനെ ഇരിക്കണേ? എന്തിട്ടില്ലേ? വെന്തോലോ. ഇതേടാ നമ്മുടെ പെശക് സാധനം സ്പൂൺ വന്നിട്ടുണ്ട്, ഫോർക്കും വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാട്ടോ. കാണാവില്ല സാധനം ആണോ? എനിക്ക് എന്തെങ്കിലും തുണി കഷ്ണം എടുത്ത് തരുമോ? പേപ്പർ എന്നിട്ട് വരും. അപ്പോഴേ നമ്മുടെ തീ കെടുത്താൻ നേരമായി. അങ്ങനെ നമ്മുടെ ചൂടൻ പാസ്ത അത് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിക്കാനുള്ള നേരമായിരിക്കുകയാണ്. സാധനം വെച്ചോ എല്ലാവർക്കും ചീശോളൂ കേട്ടോ. 5-6 മണി എന്നിട്ട് ബാക്കി തരാട്ടാ. ഒരു ഗ്രീൻ പീസ് ഉണ്ടോ? ഇതാ മുകളിൽ മണി കിടക്കണം. നമുക്ക് കുറച്ച് കലാപമണിയാണോ? ഇതിൽ കുറവുണ്ടോ നോക്കി? എനിക്ക് ഇത്തിരി കുറവുണ്ട്. എനിക്കറിയാം കുറവുണ്ട്. ഒരു പാസ്ത എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ ഫോർക്കിൻ്റെ ഓരോ തൊള്ളയിലും ഓരോ പാസ്ത കയറ്റണം. കണ്ട എന്നിട്ട് ടേസ്റ്റ് ചെയ്യും. സംഭവം നമ്മുടെ നൂഡിൽസൊക്കെ കാണാണ്ടായിരിക്കുന്നേ. ഇപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വയറിറച്ച് കഴിക്കാനുള്ള സാധനമായി. സംഭവം നമുക്ക് കാണാണ്ട് പെട്ടിയുടെ ഉള്ളിൽ കിടക്കായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ചൂടാക്കി
ഇപ്പൊ വയറിളച്ച സാധനം. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമുണ്ട് ഇത്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ നല്ലൊരു പാറക്കൂട്ടുണ്ടായിരുന്നില്ല. ആ പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ശ്രദ്ധിക്കാത്ത ഒരു സാധനം. നമ്മൾ പോയപ്പോൾ ചുമ്മാ നോക്കിയായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് ശ്രദ്ധിക്കണത്. നോക്കിയൊരു ചെറിയ ഗുഹ പോലത്തെ സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ദേ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ജീവികളൊക്കെ വന്ന് കിടക്കണമെന്ന് തോന്നുന്നു. നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് പോകാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ശരിക്കും മഴയൊക്കെ വരികയാണെങ്കിൽ ഒരാൾക്ക് കയറാം, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ കയറണം. ഇതിൻ്റെ ഉള്ളിൽ പാമ്പോ ഏതെങ്കിലും ജീവികളൊക്കെ വിശ്രമിക്കാനായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. അയ്യാ പോയ താഴേക്ക്. അപ്പോൾ ഇത് ഇവിടെ നോക്കണില്ലേ, ഈറ്റ ഉണ്ട്. ഈറ്റ നമ്മളിത് പുല്ലാങ്കുകൾ ഉണ്ടാക്കാനായിട്ട്, നമ്മുടെ ഫ്ലൂട്ട് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ വെട്ടാണ്. ഒരു ക്യൂരിയോസിറ്റി ആണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതെ നല്ല നീളത്തിൽ പോയിട്ട് അത് മുകളിലേക്ക് ചെറിയ പീസ് മതി നമുക്ക്. ഈ ഒരു പീസ് മതിയിട്ട് നമുക്ക് ഫ്ലൂട്ട് ഉണ്ടാക്കി ടെസ്റ്റ് അടിച്ച് നോക്കാൻ. അടിപൊളി. ബാ നമുക്ക് പണിയുണ്ടെന്ന് വെച്ചിട്ട്. ദേ ഇവിടെ പണി തുടങ്ങിയാൽ നോക്കി. ശരിക്കും ഇനി ഒരു മുട്ട വയ്ക്കൂലേ? മുട്ടില്ലാണ്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എൻ്റെ ഫ്ലൂട്ടിന് മുട്ടില്ല. ഓക്കെ ആയിക്കോട്ടെ. മനുമോൻ്റെ ഫ്ലൂട്ടിന് മുട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫ്ലൂട്ടിന് എന്തായാലും നമുക്ക് മുട്ട വയ്ക്കണം. ചിലപ്പോൾ രണ്ട് സ്റ്റൈലായിരിക്കും കേട്ടോ. തൃശ്ശൂരിലെ ഫ്ലൂട്ടിൻ്റെ സെറ്റപ്പ് ഇല്ല. ഫ്ലൂട്ട് ഇത് ഇടുക്കി ഫ്ലൂട്ട്. നോക്കട്ടെ ഇതിൽ. നന്നായി, നല്ല ഫ്ലൂട്ട്. സൗണ്ട് ഇപ്പൊ വരും. ശബ്ദം. ഇനി നമുക്ക് തൊള്ളിടണ പരിപാടി നോക്കാട്ടോ. ഭയങ്കര പാടാട്ടോ, കല്ല് വലിക്കും. പക്ഷെ നമ്മ ഇത് തൊളയാക്കി എടുക്കും. നീ ഉണ്ടാക്കണ്ട ഫ്ലൂട്ട്. മൂന്നാമത്തെ ഫ്ലൂട്ട് ഇട്ടാ. അപ്പോൾ നമ്മൾ 2 ഫ്ലൂട്ടാണ് ഉദ്ദേശിച്ചായിരുന്നേ. അപ്പോൾ ഇത് നമ്മുടെ ഭൗമിക്കിരൻ 3ാമത്തെ ഫ്ലൂട്ട് ഉണ്ടാക്കുന്നുണ്ടേ. മോനെ മോനെ തൊള്ളിടാനായിട്ട് കമ്പി പഠിപ്പിക്കാനൊന്നും എടുത്തിട്ടില്ല നമ്മൾ. അപ്പോൾ നമ്മുടെ കത്തി വെച്ചാണ് തൊള്ളിടുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് പുല്ലാങ്കുഴല്, ഇത് അടുപ്പ് തണക്കുഴല്. ഇനി ഇതേ നമ്മുടെ കമ്പി പഴുപ്പിക്കാൻ വെച്ചാണ്ട് നമ്മുടെ ടെൻറ്റിൻ്റെ അടിക്കുന്ന കമ്പിയാണ്. ഇത് വെച്ചാണ് നമ്മളൊന്ന് കരിക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് ഫ്ലൂട്ട് റെഡിയായി കേട്ടോ. ഇത് നമ്മുടെ ഫ്ലൂട്ട്. പക്ഷേ ഉദ്ദേശിച്ച സൗണ്ട് ഒന്നും വന്നിട്ടില്ല. നമുക്കൊന്ന് നോക്കാം കേട്ടോ സംഭവം അങ്ങനെയാണ്. അങ്ങനെ ദേ നമ്മൾ പറഞ്ഞ പോലെ 2 ഫ്ലൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ. മനുമോൻ ഇവിടെ വിസിലടിച്ചു തുടങ്ങി. 7 സരങ്ങളും പോരട്ടെ. എന്തോ ചെറിയ സൗണ്ട് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ മറന്നുപോയി സംഭവം ഉണ്ടാക്കുന്നത്. 4ാം ക്ലാസ് തുടങ്ങി ഫ്ലൂട്ട് ഉണ്ടാക്കണ ആളാണെന്ന് പറഞ്ഞ ആളാണ് കേട്ടാ. 4ാം ക്ലാസ് തുടങ്ങി. ചെറുപ്പം മുതലല്ലേ പറഞ്ഞു. 4ാം ക്ലാസ് തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട് ഞാൻ ഫ്ലൂട്ട് ഉണ്ടാക്കണേ. എന്റെ പരിശോധന എങ്ങനെയുണ്ടെന്ന്. എന്തൊരു ഭാവി ഉണ്ട് കേട്ടോ. ഭാവി ഉണ്ട്. ജിയാമച്ചാനൊരു ഭാവി ഉണ്ട് കേട്ടോ ഫ്ലൂട്ട് ഉണ്ടാക്കാൻ. മനുവിന് ഫ്ലൂട്ട് വായിക്കാനും. അപ്പോൾ മച്ചന്മാരെ ഇത് എന്തായാലും ഇനി നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം നമ്മുടെ ക്യാമ്പിംഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടയും വട്ടിയും പിന്നെ നമ്മളിവിടെ അലമ്പാക്കിയിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും വാരി കിട്ടി നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നേരെ. അപ്പോൾ സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ പടപെടാണ് അങ്ങോട്ട് ഒതുക്കുക. അങ്ങനത്തെ മച്ചന്മാരെ നമ്മുടെ കെട്ടും കിടക്കേക്ക് എടുത്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. ഒന്നുകൂടെ ബാക്കി വിട്ടിട്ടില്ലല്ലോ. നമ്മളായിട്ട് കൊണ്ടുവന്നൊക്കെ നമ്മളായിട്ട് കൊണ്ടുപോകല്ലേ. ഓക്കെ, അങ്ങനത്തെ നമ്മുടെ ക്യാമ്പിങ് കഴിഞ്ഞ്
നമ്മളൊരു പോക്കങ്ങോട്ട് പോവാണേ. അല്ല പിന്നെ വാടാ മക്കളെ. അങ്ങനെ മച്ചാന്മാരെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാടിറങ്ങി നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിംഗ് എത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാരണം പ്രകൃതിക്ക് യാതൊരുവിധ ദോഷങ്ങളും കാര്യങ്ങളും നമ്മൾ വരുത്തിയിട്ടില്ല. നമ്മൾ ക്യാമ്പിംഗ് ചെയ്തിരിക്കുന്ന ഒരു റിസർവ് ഫോറസ്റ്റിലല്ല അല്ലേ? റിസർവ് ഫോറസ്റ്റിൽ അന്യായമായി ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. പണി കിട്ടും, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്യാമ്പിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ക്യാമ്പ് ചെയ്തപ്പോൾ ഇന്ന് മനുമോൻ എക്സ്ട്രാ നമ്മുടെ കൂടി ഒരു അധികപ്പറ്റായി ഉണ്ടായിരുന്നു. ചുമ്മാ പറയാൻ കേട്ടോ, പാവം ഭയങ്കര ഇഷ്ടമായിട്ടോ. പുള്ളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മനുമോൻ്റെ കുറേ ഐഡിയകളും ട്രിക്കുകളൊക്കെ വെച്ച് നമ്മൾ പൊളിയാക്കിയായിരുന്നു. ഭയങ്കര സന്തോഷം മനുമോൻ്റെ കൂടെ ഞങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയതിൽ. പിന്നല്ല. അപ്പോൾ എന്തായാലും ഇന്ന് ക്യാമ്പ് ചെയ്യാനുള്ള ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് സെറ്റാക്കി തന്നത്. വേറെ ഒരു വൈബ് സ്ഥലം അല്ലേ, ഒരു കാട്, പക്ക കാട്, കിടുക്കാച്ചി സെറ്റപ്പ്. അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ ക്യാമ്പിങ്ങിന്റെ എക്സ്പീരിയൻസ് പ്രകടനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ്. കാടും പ്രകൃതിയും എല്ലാം ഇടങ്ങി ചേർന്ന ഒരു കിടക്കവും ഉറക്കവും എല്ലാം കൂടി ചേർന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അവന്മാരൊക്കെ ടെൻഡി കയറി കിടന്ന് എന്നെ പുറത്ത് ഊഞ്ഞാലിക്കെടുത്തി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മനുമോനെ? എങ്ങനെ ഫസ്റ്റ് ടൈം അല്ലേ ഒരു ക്യാമ്പിംഗ്? എന്താണ് ക്യാമ്പിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും ക്യാമ്പിംഗ് ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? തന്നെ എനിക്ക് ഭയങ്കര അടിപൊളി. അപ്പൊ ഇനി ക്യാമ്പയിൻ ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവോ? തീർച്ചയായിട്ടും. ഇനി ക്യാമ്പിന്റെ ഫുൾ ഐഡിയ ഞാനാണ്. അതെ അല്ലേ? അപ്പൊ നമ്മുടെ അജുമോനും കിരൺ മോനും ഒക്കെ ലോഡായിട്ട് നിൽക്കാണ്. കാലത്ത് പറമ്പിൽ പോയി എന്തോ എവിടെ പോയിരുന്നപ്പോ മുള്ളുത്തി എന്ന് പറയണ്ടായിരുന്നല്ലോ. എവിടെയാണ്? പിന്നെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ ഇങ്ങനെയാണ്, പാടും പറമ്പും കാടൊക്കെ തന്നെ ഇതെല്ലാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ദയവായി പിള്ള നേരെയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ക്യാമ്പിംഗ് വീഡിയോസിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ക്യാമ്പിംഗ് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അടിപൊളി ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്തിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ പ്രവീൺ, അതുപോലെ തന്നെ ടീം M4 ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.